സിന്ദൂരരേഖ ഭാഗം 35. പിറ്റേ ദിവസം അച്ഛന് ശരീരം അനക്കാനാവാത്തതുപോലെ വേദനയെടുത്തിരിക്കുന്നതൊക്കെ അമ്മാള് വേദനയോടെ നോക്കിക്കണ്ടു. എന്താണ് ശരിക്കുള്ള പ്രശ്നമെന്ന് അപ്പോഴും അച്ഛനും അമ്മയും ഞങ്ങളോട് പറഞ്ഞില്ല. അവർ പറയാത്തത് കൊണ്ട് അതറിയാൻ കൂടുതൽ താല്പര്യവും കാണിച്ചില്ല. അങ്ങനെ അന്നത്തെ ദിവസം ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് മുഴുവൻ സമയം അച്ഛനെ നോക്കി അച്ഛൻ്റെ കൂടെ തന്നെ ആയിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. ആരാണെന്ന് നോക്കാൻ അമ്മയാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. ഇനിയും എന്തെങ്കിലും പ്രശ്നം പറഞ്ഞ് ആരെങ്കിലും ആണെങ്കിലോ എന്ന് കരുതി അച്ഛൻ എന്നോടും കൂടെ പുറത്തേക്ക് പോകാൻ പറഞ്ഞു. നോക്കുമ്പോൾ കാറിൽ ഒരു സ്ത്രീ വന്നിരിക്കുന്നു. എൻ്റെ അമ്മയുടെയൊക്കെ പ്രായം തോന്നിക്കും. ആരാ എന്ന് ചോദിച്ച് അമ്മ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ദാസേട്ടനില്ലേ? അകത്തുണ്ട്. എനിക്കൊന്ന് കയറി കാണാൻ. അവരങ്ങനെ ചോദിച്ചപ്പോൾ അമ്മ സംശയത്തോടെ അവരെ നോക്കി. ആരാ? മനസ്സിലായില്ല. ആരാണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് അമ്മ വീണ്ടും ആരാണെന്ന ചോദ്യം ആവർത്തിച്ചു. ഞാൻ ശ്രീകുമാരി. അവർ പറഞ്ഞതും അമ്മയൊന്ന് ആലോചിച്ചു. എവിടെയോ കേട്ടുമറന്ന പേര് പോലെയാണ് അവർക്ക് തോന്നിയത്. എങ്കിലും ആരാണെന്ന് പിടികിട്ടാത്തത് കൊണ്ട് തന്നെ അമ്മയുടെ മുഖം സംശയത്തോടെ തന്നെ ഇരുന്നു. ആരാ സുധേ? അപ്പോൾ തന്നെ അകത്തുനിന്ന് അച്ഛൻ വിളിച്ചു ചോദിക്കുന്ന ശബ്ദം ഉയർന്നു കേട്ടു. ശ്രീകുമാരിയാണെന്ന്. ശ്രീമോളാണോ? ആ ദാസേട്ടാ, ഞാനാ. അകത്തുനിന്ന് അച്ഛൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവരൽപ്പം ശബ്ദമുയർത്തി ഉത്തരം കൊടുത്തു. അകത്തേക്ക് വാ മോളെ. അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് അവർ അച്ഛൻ്റെ അടുത്തേക്ക് കയറി. അമ്മയും അമ്മാളും പിന്നാലെയും. ശ്രീമോളെ, എത്ര നാളായി കണ്ടിട്ട്? അവരെ കണ്ടപ്പോൾ തന്നെ അച്ഛൻ ഓരോന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അമ്മയും അമ്മാളും അപ്പുവും ഒക്കെ വന്നിരിക്കുന്നത് ആരാണെന്ന് അറിയാത്തത് കൊണ്ട് സംശയത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. സുധേ, നിനക്കിത് ആരാണെന്ന് മനസ്സിലായില്ലേ? അച്ഛൻ ചോദിച്ചതും അമ്മ സംശയഭാവത്തോടെ ഇല്ലെന്ന് തലയാട്ടി. എടീ, ഇത് ശ്രീമോളാണ്. ഞാൻ എപ്പോഴും പറയാറില്ലേ, തറവാട്ടിലെ. അത് പറഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ മുഖം അങ്ങ് മാറി. എന്തിനാ ഇനി ഇങ്ങോട്ട്? ഇനിയും പോലീസ് സ്റ്റേഷനിൽ കയറ്റി തല്ലി ചതക്കാനാണോ? പരിഹാസത്തോടെയും അതിലുപരി പുച്ഛത്തോടെയും അമ്മ അവരോട് ചോദിച്ചപ്പോൾ തന്നെ അവരുടെ മുഖം ആകെ മാറി. സുധേ, അച്ഛൻ അപ്പോൾ തന്നെ താക്കീത് ചെയ്യും പോലെ അവരെ ശാസനയോടെ വിളിച്ചു. അമ്മ അപ്പോൾ തന്നെ നിശബ്ദമായി. മക്കൾ പുറത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞതും അമ്മാളും അപ്പവും മുറിക്ക് പുറത്തേക്കിറങ്ങി. ആരോടും എന്തും പറയാമെന്നായോ നിനക്ക്? അച്ഛൻ അമ്മയോട് ശാസനയോട് ചോദിച്ചു. അതിന് അമ്മയൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ശ്രീമോള് തറവാട്ടിലൊന്നുമല്ല. അവൾക്ക് അവരുമായിട്ട് അങ്ങനെ അടുപ്പവുമില്ല. അച്ഛൻ ദേഷ്യത്തോട് തന്നെ പറഞ്ഞു. അതൊന്നും സാരമില്ല ദാസേട്ടാ, സുധ അറിയാത്തത് കൊണ്ട് പറഞ്ഞു പോയതല്ലേ. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോഴാണ് അമ്മ ആ കാര്യങ്ങളൊക്കെ ഓർത്തത്. ഞാനെല്ലാം അറിഞ്ഞിട്ട് വന്നതാണ്. അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കേട്ടാ. സുധേ, മാപ്പ്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും. ശ്രീകുമാരി പറഞ്ഞതും അമ്മ അപ്പോൾ തന്നെ അവരുടെ കൂപ്പിയ കൈകൾ പിടിച്ച് താഴ്ത്തി. മാപ്പ് പറഞ്ഞാലൊന്നും മറക്കാനോ പൊറുക്കാനോ പറ്റില്ലെന്നറിയാം. എങ്കിലും ക്ഷമിക്കണം. അവർ പറഞ്ഞതും അച്ഛനും അമ്മയും ആകെ വല്ലാതെയായി. ഇത്ര നാളുകൂടി നീ എന്നെ കാണാൻ വന്നത് ഈ മാപ്പ് പറയാനും സങ്കടപ്പെടാനും ആണോ? ദാസൻ അവരോട് ചോദിച്ചപ്പോൾ അവർ കണ്ണുനീര് തുടച്ചു. ഇന്ന് രാവിലെയാണ് ഞാനിതൊക്കെ അറിയുന്നത്. തറവാട്ടിലേക്ക് പോകണമെന്ന് കരുതിയിരിക്കുവാണ്. വേണ്ട മോളെ, ഇനി ഇതിനെ ചൊല്ലി മറ്റൊരു പ്രശ്നത്തിന് നിൽക്കണ്ട. അങ്ങനെയല്ല ദാസേട്ടാ, അവിടെ എനിക്കും കൂടി അവകാശപ്പെടുന്ന സ്വത്തല്ലേ. എനിക്ക് പോയി ചോദിക്കാം. അത് പറഞ്ഞപ്പോൾ ശ്രീകുമാരിയിൽ തീരുമാനിച്ചുറപ്പിച്ച ഭാവമുള്ളത് ദാസനും സുധയ്ക്കും മനസ്സിലായി. കുറച്ചു നേരം അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ചായ ഉണ്ടാക്കാൻ പറഞ്ഞ് ചായയുമായി അമ്മാള് മുറിയിലേക്ക് പോയി. ഇതെൻ്റെ മൂത്ത മകളാണ് സംസ്കൃതി, ഇളയവൻ ആദർശ്. ആണോ? മോൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ 9ൽ പഠിക്കുവാണ്. ഇളയവൻ എന്ത് ചെയ്യുന്നു? അവൻ കുഞ്ഞാണ്, 3ലായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ചേച്ചിയുടെ വാലിൽ തൂങ്ങിയതുപോലെ അവനും എത്തി. നിന്റെ കുട്ടികളൊക്കെ? അവരൊക്കെ വലുതായി ദാസേട്ടാ. ഒരാളിപ്പോൾ ഡോക്ടറാവാൻ പഠിക്കുന്നു, ഒരുത്തനിപ്പോൾ +1. മൂത്തവൻ മാനവ് വർമ്മ, ഇളയവൻ മാധവ് വർമ്മ. എല്ലാവരും അതൊക്കെ കേട്ടു നിന്നു. ഒത്തിരി നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ചെറുതിലെ ഉണ്ടായ കാര്യങ്ങളും അവരെ അച്ഛൻ എടുത്തോണ്ട് നടന്നതും ഒക്കെ അവർ ഓരോന്നോരോന്നായി ഓർത്തെടുത്ത് പറയുന്നത് കേട്ടപ്പോൾ എന്തുകൊണ്ടോ മനസ്സിനൊരു സന്തോഷമാണ് അന്നേരം തോന്നിയത്. ഇത്ര വലിയ തറവാട്ടിലൊക്കെ ജനിച്ചു വളർന്നിട്ടും ഇത്രയും സ്നേഹമോ എന്ന് ഓർത്തുപോയി. പിന്നീട് അന്ന് ഒരുപാട് സംസാരിച്ചൊക്കെ കഴിഞ്ഞാണ് അവർ പോകാനിറങ്ങിയത്. പോകുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവർ ശ്രീയമ്മയായിട്ടുണ്ടായിരുന്നു. അത്രയും വാത്സല്യത്തോടെ ആയിരുന്നു ശ്രീയമ്മ അന്ന് പെരുമാറിയത്. അന്ന് പോയി കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ദേവർമഠം തറവാട്ടിൽ നിന്നുള്ള ഫോൺ കോൾ എത്തിയിരുന്നു. അച്ഛനോട് മാപ്പ് പറഞ്ഞു. വീണ്ടും അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഇനി അങ്ങോട്ട് വരില്ലെന്നും ഇനി ആ തറവാടിൻ്റെ പടി ചവിട്ടില്ലെന്നും അച്ഛൻ തീർത്തും പറഞ്ഞിരുന്നു. അന്ന് ശ്രീയമ്മ അങ്ങനെ വന്ന് പോയത് പിന്നെ ഇടയ്ക്ക് വീട്ടിലേക്ക് വരും.
അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് അച്ഛൻ്റെ കാര്യവും വീട്ടിലെ കാര്യവും ഒക്കെ ചോദിച്ചു വിളിക്കും. അച്ഛൻ പറഞ്ഞാണ് ശ്രീയമ്മയും ദേവർമഠം തറവാട്ടിലുള്ളവരും തമ്മിൽ അത്ര സുഖത്തിലല്ലെന്ന കാര്യം അറിഞ്ഞത്. അതും അച്ഛൻ അമ്മയോട് എന്തോ പറഞ്ഞപ്പോൾ കേട്ടുപോയതാണ്. പിന്നീട് അമ്മയോട് ഒരു ദിവസം ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രീയമ്മ വീട്ടിലുള്ളവരുടെ താല്പര്യം നോക്കാതെ മറ്റൊരാളെ വിവാഹം ചെയ്തതിൽ പിന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെയെന്ന്. ശ്രീയമ്മ അങ്ങനെ തറവാട്ടിലേക്ക് പോകാറില്ല എന്ന കാര്യവും അറിഞ്ഞു. മാത്രമല്ല, ഇപ്പോൾ ശ്രീയമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി കഴിഞ്ഞ് അമ്മ ഒറ്റയ്ക്ക് തന്നെയാണ് 2 കുട്ടികളെ വളർത്തിയെടുത്തതെന്ന്. അതൊക്കെ കേട്ടപ്പോൾ ഒരുതരം ആരാധന തോന്നി. കാരണം ആരും കൂടെ ഇല്ലാതിരുന്നിട്ടും ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. അതുകൂടി അറിഞ്ഞപ്പോൾ ശ്രീയമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടി. പോകെ പോകെ ശരിക്കും എൻ്റെ അമ്മയുടേത് പോലെ തന്നെ ആയി ശ്രീയമ്മ. അച്ഛൻ അതിൽ പിന്നെ ശ്രീയമ്മ പറഞ്ഞതനുസരിച്ച് ശ്രീയമ്മയുടെ റെക്കമെൻഡേഷനിലാണ് പഞ്ചായത്തിൽ താൽക്കാലികമായിട്ട് ക്ലർക്കായി കയറിയത്. കോൺട്രാക്ട് ബേസിലാണെങ്കിലും അച്ഛനതൊരു സ്ഥിരം ജോലി പോലെ തന്നെ ആയിരുന്നു. ശ്രീയമ്മ വീട്ടിലേക്കൊക്കെ വരുമെങ്കിലും ഇതുവരെ അവരുടെ വീട്ടിലേക്ക് പോകാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല. പലപ്പോഴും വരാൻ പറഞ്ഞ് ശ്രീയമ്മ വിളിക്കും, എങ്കിലും പോകാൻ പറ്റാറില്ല. അതിന് പ്രധാന കാരണം അച്ഛൻ അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി ദൂരത്തേക്ക് അധികം സമയം ഇരുന്ന് യാത്രകളൊന്നും പറ്റില്ല എന്നുള്ളതാണ്. ശ്രീയമ്മയുടെ മക്കൾ 2 പേരും പഠിക്കുവാണെന്നറിയാം, എങ്കിലും അവരെ ഒന്നും കണ്ടിരുന്നില്ല. എങ്കിലും മക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് 100 നാവാണ്. കാരണം ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കിയ മക്കളുടെ കാര്യം പറയുമ്പോൾ ആ അമ്മയുടെ അഭിമാനമാണത്. അങ്ങനെ ഒരു ദിവസം ശ്രീയമ്മ വന്നപ്പോൾ എന്തോ കാര്യം പറഞ്ഞു വന്നപ്പോൾ എന്നോട് പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു. അമ്മാളുവിന് സ്കൂളൊക്കെ കഴിഞ്ഞ് എന്ത് പഠിക്കാനാണ് ആഗ്രഹം? അവൾക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല, ഡാൻസ് ആണ് ഇഷ്ടം. അപ്പോൾ ഞാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാമെന്ന് കരുതി. ആഹാ, ഡാൻസ് പഠിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, 1ാം ക്ലാസ്സിൽ ചേർത്തതാണ്. ഇപ്പോഴും ഡാൻസ് പഠിക്കുന്നുണ്ട്. എന്താ പഠിക്കുന്നത്? ഭരതനാട്യം, കുച്ചിപ്പുടി. എങ്കിലും കഴിവുണ്ടെങ്കിൽ ഇത് തന്നെ ആയിരിക്കും നല്ലത്. എല്ലാവരും പഠിച്ചു മാത്രം നേടിയാൽ മതിയോ? കലകളിലൂടെയും കുട്ടികൾ നേട്ടം കൈവരിക്കട്ടെ. ശ്രീയമ്മ പറഞ്ഞപ്പോൾ അച്ഛൻ അതിനൊന്ന് മൂളി. അമ്മാൾ ഒരു കാര്യം ചെയ്, +2 കഴിഞ്ഞ് BA ഭരതനാട്യം എടുക്ക്. ഞാനും അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട് ശ്രീയമ്മേ. മിടുക്കി. നമ്മുടെ ലൈഫ് എങ്ങനെ പോകണമെന്നുള്ളത് നമുക്ക് തന്നെ ഒരു പ്ലാൻ വേണം. വെറുതെ താല്പര്യമില്ലാതെ ഓരോന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് പഠിക്കണം, അല്ലെങ്കിൽ അതിനെ പിന്നെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ വലിയ പാടായിരിക്കും. അന്ന് ശ്രീയമ്മ അങ്ങനെ പറഞ്ഞതിൽ പിന്നെയാണ് മനസ്സിൽ ശരിക്കും ഡാൻസ് എന്നൊരു സ്വപ്നം കയറി കൂടിയത്. അങ്ങനെ ഒരു ദിവസമാണ് ശ്രീയമ്മ പെട്ടെന്ന് വന്നത്. വന്നപ്പോൾ തന്നെ പോകാനുള്ള ധൃതിയായിരുന്നു. എന്താണ് ഇത്ര ധൃതി എന്ന് അച്ഛൻ ചോദിച്ചപ്പോഴാണ് ആ കാര്യം അമ്മ പറയുന്നത്. മനു നാളെ വരും ദാസേട്ടാ. മൂത്തവനാണോ? ആ, ഒത്തിരി നാൾ കൂടി വരുന്നതാണ്. ഇനി ഒരാഴ്ച ഇവിടെ ഉണ്ടാകും. അവൻ്റെ പഠിച്ചു തീരാനായോ? ഇല്ല, ഇനി 1.5 വർഷം കൂടെ കാണും. ഇപ്പോൾ അവൻ ലീവായതുകൊണ്ട് വരുന്നതാണ്. എന്താ വിശേഷിച്ച്? വെറുതെ വന്നതാണ്. അവൻ പഠിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ എന്തോ ഉത്സവമോ മറ്റോ ആണ്. അപ്പോൾ അതിൻ്റെ ലീവുള്ളത് കൊണ്ട് വന്നതാണ്. അങ്ങനെ പറഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീയമ്മ പോകാനിറങ്ങി. കഴിഞ്ഞൊരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ നോക്കിയപ്പോൾ ശ്രീയമ്മ വന്നിട്ടുണ്ട്. ആവേശത്തോടെ അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ശ്രീയമ്മ അച്ഛനെയും അമ്മയെയും ഫോണിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കുവാണ്. എന്താ കാണിച്ചു കൊടുക്കുന്നത്? അതോ, മനുവിൻ്റെ പിറന്നാളായിരുന്നു. അവനിവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങളത് ആഘോഷിച്ചു. അപ്പോൾ അന്നേരം എടുത്ത ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തതാണ് കാന്താരി. എനിക്കും കാണിച്ചതാ എന്ന് പറഞ്ഞ് അരികിലേക്ക് പോയിരുന്നു. ആദ്യമായിട്ടാണ് അവൻ്റെ ഫോട്ടോ കാണാൻ പോകുന്നത്. ദാ നോക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കയ്യിലേക്ക് വാങ്ങി. എനിക്ക് നേരെ നീട്ടാൻ ഒരുങ്ങിയപ്പോൾ തന്നെ ഫോൺ ശ്രീയമ്മയുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി നേരെ താഴേക്ക്. അയ്യോ എന്ന് പറഞ്ഞ് അത് പിടിക്കാനായി ആഞ്ഞപ്പോഴേക്കും അത് താഴെ വീണ് ചിതറിപ്പോകും പോലെ ചില്ലാകെ പൊട്ടിപ്പോയി. വേഗം ഫോണെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ അടിച്ചു പോയിട്ടുണ്ട്. ഇതെന്താ കാണിച്ചത്? ആകെ പൊട്ടി നശിഞ്ഞു പോയല്ലോ. അമ്മാൾ ഫോൺ കയ്യിലേക്ക് എടുത്തുകൊണ്ട് നോക്കി ചോദിച്ചു. കയ്യിൽ നിന്ന് തെന്നിപ്പോയി, സാരമില്ല. കുറേ നാളായ ഫോണാണ്. ഒരെണ്ണം പുതിയത് വാങ്ങണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. സാരമില്ല. ശ്രീയമ്മ അത് കയ്യിലേക്ക് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ അമ്മാളവൻ്റെ മനസ്സിൽ അന്നേരം അവനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന ചിന്തയായിരുന്നു. അതെ, ഒരു നോക്ക് മാനവർമ്മയെ കാണാനായിട്ട് അവളുടെ ഉള്ള ഒന്ന് തുടിച്ചു. കുറച്ചു കഴിഞ്ഞ് സ്കൂൾ യൂണിഫോം മാറാനായി മുറിയിലേക്ക് കയറിയപ്പോൾ അവൾ ഡയറി കയ്യിലെടുത്തു. അതിൽ നിറഞ്ഞു നിന്നിരുന്നത് അവനായിരുന്നു. കേട്ട് മാത്രം പരിചയമുള്ള മാനവർമ്മ. അവൾ അതിൻ്റെ ആദ്യ പേജൊന്ന് തുറന്നു. ഡയറി എഴുതുന്ന ശീലം 5ാം ക്ലാസ് മുതലുള്ളതാണ്. എഴുതി തുടങ്ങിയ ഡയറിയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.